All right, ladies and gentlemen, Malayalis, we are back to part two of Avesham. I think this is going to be the last part. Only halfway of the movie left, and ഇത് കഴിഞ്ഞാൽ റിവ്യൂ കൂടി ഉണ്ടാവും. പാർട്ട് 1 വാസ് പീക്ക് മലയാളം സിനിമ. ഓൾറെഡി പറഞ്ഞ പോലെ ഗ്രാഫ് മേളിൽ നിൽക്കുകയാണ്, അതിൻ്റെ ടോപ്പ് പീക്കിൽ പോയി എത്താണ്. ഇത് ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുമോ, താഴേക്ക് പോവുമോ, അതിന് മേളിലേക്ക് പോകുമോ? താഴേക്കുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഞാൻ ആക്ച്വലി ഇത്ര പീക്ക് സാധനങ്ങൾ അധികം കണ്ടിട്ടില്ല. പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രഫി, ഫൈറ്റ് കൊറിയോഗ്രഫി, മ്യൂസിക്, കോമഡി എല്ലാം ഒരുമിച്ചുള്ളൊരു ഫിലിം അധികം കണ്ടിട്ടില്ല. ഇതുവരെ എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല. ഒരു ഭയങ്കര ലൈക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലെങ്കിലും ദിസ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇങ്ങനൊരു യുണീക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു റിയലിസ്റ്റിക് ലൈഫ്, ഇപ്പോൾ ഒരു ഹോസ്റ്റൽ ലൈഫിൻ്റെ എലമെൻറ്റ്സ്, ഈ റാഗിങ് അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഒരു ഗുണ്ട സെക്ടറിലോട്ട്, ഒരു ഫിലിം സൈറ്റിലോട്ട് പോകുന്ന ഒരു പ്രസൻറ്റേഷനൊക്കെ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഫാഫയുടെ ആക്ടിങ് ഇസ് ലൈക്ക് ടോപ്പ് നോച്ച്, ഓസ്കാർ ലെവൽ ആക്ടിങ്. അപ്പോൾ ഇതിനി എങ്ങോട്ട് പോകുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ പറയുക, ഇപ്പം കറൻ്റ്ലി അവരുടെ സിറ്റുവേഷൻ ഇവരെ മൂന്നുപേരെയും വിളിച്ചിട്ട് പ്രിൻസിപ്പൾ തോക്കുകയാണ് വെച്ച് പേടിപ്പിച്ച് നടത്തിയ സിറ്റുവേഷൻ. പാരൻസിനെ വിളിക്കുമെന്ന് പറയുന്ന എനിക്ക് സിറ്റുവേഷൻ. ഇത് എപ്പോഴെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചത് അവസാനമായിരിക്കും വരുമെന്ന്. ഓക്കെ, നമ്മുടെ ഫാഫയുടെ ഫൈറ്റ് കാണാൻ ഇനിയും ബാക്കിയുണ്ട്. സോ വിതൗട്ട് ഫർദർ ado, let's get into it. Okay. Hello? 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 This is the executive director of Vanavikshan College. Your son and his friends have failed in all subjects, but friends have become professional gundas. And therefore, from this very moment, I am rusticating them. They are not interested in education. They have already been campus recruited as professional gangsters. And by the way, they will call, explain to your parents. Go! ഇതെല്ലാം അവർക്ക് മനസ്സിലായോ? അമ്മ ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങളെ എന്താ അമ്മ? എടാ, അയാൾ നിന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഗുണ്ടാന്നൊരു വാക്കല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അയ്യോ അച്ഛാതും മനസ്സിലാക്കൊന്നുമില്ല. ഈ നാട്ടിൽ മുഴുവൻ ഗുണ്ടകളായോണ്ട് എപ്പോഴും പറയേണ്ടി വരും. സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ശരി ബൈ. മനസ്സിലായില്ല. അയാൾക്ക് മലയാളം പഠിക്കാൻ എന്തെങ്കിലും ഇപ്പൊ കയ്യോ കാലോ പിടിച്ച് അകത്തേറാൻ നോക്കാം. വാ Last chance. But you and I don't want any of your gangster friends near my college. Go. He's real. പിന്നെ ഇനി നിങ്ങളുടെ വീട്ടിൽ വിളിക്കേണ്ടി വന്നാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിലായിരിക്കും സംസാരിക്കുക. Oh no, he knows. He's not playing. കുഴപ്പമില്ല. അര വർഷം കൊണ്ട് പറ്റിയില്ല, പിന്നെ 1.5 മാസം കൊണ്ട്. രംഗച്ചേട്ടനോട് പറഞ്ഞിട്ട് ഇയാളെ അങ്ങ് പൂശിയാലോ? ഇനി എന്തിനാണ് അയാളൊക്കെ വിളിക്കണേ? പഠിക്കണ കാര്യമില്ലേ, നമുക്ക് നോക്കാന്ന്. കുഴപ്പമില്ല, നാളെ ഹോസ്റ്റലിൽ പോയി അവന്മാരെന്ന് മേടിക്കാൻ നോട്ട്സൊക്കെ. ഈ ഫൈറ്റ് ഇതിന് എപ്പോൾ തീരാനാ? വരുന്ന അലമ്പാൻ. അലമ്പാനാ? നിങ്ങളൊക്കെ രക്ഷിച്ച ഇയാളല്ലേ? കുറച്ചേലും നന്ദി വേണം. നന്ദി ഫൈറ്റില്ല, കോംപ്രമൈസ് ആയി. ആ റെഡി കുറെ നാളായി മുടക്കിക്കൊണ്ടിരിക്കണം. ഇന്നെന്തോ സെറ്റായി. ഇത് മാത്രമല്ല, എത്ര ഡീൽ അയാൾ മുടക്കിയേക്കണം. അപ്പം മൊത്തം പൊളിച്ചിട്ടെ ബന്ദിപ്പൂ തുടങ്ങാനുള്ള പരിപാടിയാ. അണ്ണന് ബന്ദിപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാ. മനസ്സിലായി. എന്തോടാ ആർക്കറിയാം? അണ്ണാ, ഈ റെഡിക്ക് എന്താണ് ഇവിടെ ഇത്ര പ്രശ്നം? വിളിച്ച് ചോദിക്കും. അണ്ണാ, അയാളെങ്ങനെ തീർത്താലണ്ണ? എന്റെ ഗുരു അമ്മ ടീച്ചറെ കൊല്ലു. ഇല്ലണ്ണ, ഞാൻ കൊല്ലൂല. സ്കെച്ച് ആയിരുന്നല്ലോ. Oh, that's a lot of people. അണ്ണ വണ്ടി കയറണ്ട. Get out of there. That's a lot of people with tools. Scoot, scram.
that's a lot of people, man. You cannot handle all of them. Shit! No, don't leave them behind. Oh shit! He's fight it alone, Roji. Too many people, man. Oh damn! Okay. Oh yeah, the music. Sorry, copyright ആണ്, മ്യൂട്ട് ചെയ്യണം. Yes, uppercut. Oh, got a fight. Oh shit. He's not playing. He's such a doorway. Amara round. Come on, let's go. Come on, Jackie. No, 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 no. No, no, go back, go back, go back, go back, go back. Dude, what are you doing? You could take a lot of people. Like there are only a few people left. Go back, go back, go back. Come on, you could. He's probably dead by now. Oh no. Okay. Alright, now. Come on, come on, go back, go back. Yes, let's go. Oh shit. Okay. Oh, go, 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 go. അമ്പാനെ ഓ, ഇതായിരുന്നല്ലേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ. വണ്ടി ആശുപത്രിയിലേക്ക് എടുക്കണ്ട. വണ്ടി ആശുപത്രി. കുഴപ്പമാണോ? കുഴപ്പമാണ്. 15 പുറത്തപ്പാട് 15 You're died. ഇനി വന്നേ സൂപ്പർ ഫൈറ്റ് കണ്ടില്ല. എന്നാ അടുത്ത ഗൺ ഫൈറ്റ് നെക്സ്റ്റ് തേഴ്സ്ഡേ. ഓക്കെ, You did this to yourself, man. നിങ്ങൾ തുടങ്ങി വെച്ച കാര്യമാണ്. ഇനിയിപ്പോൾ പഠിക്കാണ്ടെന്ന് പറയാം. പഠിക്കാനുണ്ടല്ലോ. 15 ദിവസമുണ്ട് പഠിക്കണം. 15 ദിവസം 14. ബുക്ക് തിരിച്ചു തരണടാ. ഫോട്ടോ ചാർജ് എടുത്തിട്ട് തരാം. എനിക്ക് വേണ്ട നിന്റെ ബുക്ക്. ഡോടാ, നിന്റെ നാക്ക് വലിച്ചാൽ താഴെ ഇടും കേട്ടല്ലോ. വിളിക്കാനൊന്നും പോകണ്ട കേട്ടാ. അത് ശരിയാ, നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ തല്ലാനും വെള്ളം അടിക്കാനൊക്കെ കൊണ്ടുവന്ന്. പരീക്ഷ കഴിയുന്നവർ ഇനി എന്തായാലും വിളിക്കാനൊന്നും നിൽക്കണ്ട. പരീക്ഷ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കാര്യമെങ്കിലും പറയൂ. എടാ, ഇവിടെ എന്തോടാ ഈ മാല ബൾബൊക്കെ? ഇവിടെ എന്താ പള്ളിപ്പെരുന്നാൾ? ഓ, ഇവിടെയല്ലേ ഇലുമിനാട്ടി. ഈ സിനിമയിൽ എന്താ ഇല്ലാത്ത?
അണ്ണ എനിക്കണ്ണ അമ്മ കുറച്ച് മിണ്ടണം മിണ്ട എല്ലാവരും സൈലൻസ് ആയിരുന്നു. ഇങ്ങനെ എത്ര ഹലോ അമ്മ. ഹോസ്റ്റല്ല അമ്മ. ആ ഹാപ്പിയാ. ശാന്തന ഹാപ്പിയാ. പഠിക്കണം അമ്മ. പിന്നെ വിളിക്കാം. എന്തെങ്കിലുമൊക്കെ പഠിക്കടാ മക്കളെ. ഓർക്കണം നല്ലത്. പഠിക്കാൻ 13 ദിവസം ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്ന ആളല്ലേ. ഒന്നും വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? ബൈക്ക് വരെ അയാളെ കാണായിരുന്നു. ഇപ്പോഴും ആ കുട്ടിയുടെ കാലൊക്കെ കിടക്കേണ്ടി വന്നേ. അത് ശരിയാ. പഠിക്കുന്ന കാര്യമല്ലേ, അത് നമുക്ക് എന്തെങ്കിലും നോക്കാം. പുള്ളി പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളൊന്നും അല്ലല്ലോ. നമുക്ക് പറയാൻ പഠിക്കണമെന്ന്. അതെ നമുക്ക് പറയാം അല്ലേ? പറയണം. പുള്ളി കാര്യം മനസ്സിലാവും. അത്രേ ഉള്ളൂ. യെസ്. ഓനോ ഓനോ ലാമിനേറ്റ് ചെയ്താ വന്ന ലാമിനേറ്റ് ചെയ്തു. പോയി ഡ്രസ്സൊക്കെ മാറി ഇരിക്കും. ഡ്രസ് മാറ്റിയിട്ടൊന്ന് കിടക്കണം. നല്ല ക്ഷീണം. ക്ഷീണം ഇനിയും വരും. പോയിച്ച നല്ല സുഖമായിട്ട് കിടന്നു. പെട്ടെന്ന് പറയും. എന്തോ 1 2 3 സ്റ്റാർട്ട്. ആരംഭിച്ചോ ആരംഭിച്ചോ. ഒരു മിനിറ്റ്. വേറെ ഐഡിയ. ദുട്ട് വാങ്ങിച്ചിട്ട് This is not good. ആണെന്ത് പരിപാടി എനിക്കണത്? ഏനോ അവന്മാർ കുറച്ച് പ്രൈവസി കൊടുക്കും. കൊടുക്കണ്ട ഞാൻ ഓർത്തില്ല. എടാ പോണേ. എടാ മോനെ, അപ്പൊ നിങ്ങൾ ഇതുവരെ വെർജിൻസാ? അല്ല, നമ്മളിങ്ങനെ അധികം പരിചയമില്ലാത്ത ഒരാളുമായിട്ട് പെട്ടെന്ന് പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ അയ്യോനെ വലിയ ധാരണയൊന്നുമില്ല. ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകിയേ വലിയ ശീലമില്ലാത്തോണ്ടാ. അമ്പാനെ ഞാൻ ഇടപഴകല അണ്ണന്റെ ഇടപഴകൽ. അതായത് അണ്ണൻ കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് പോയപ്പോ അണ്ണന്റെ ഇടപഴകൽ നിങ്ങൾ കാണുമായിരുന്നു. നിങ്ങൾക്ക് അണ്ണന്റെ ഇടപഴകലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇനി മേല അണ്ണന്റെ ഇടപഴകലിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോലും കേട്ടാ. എന്താണ് അവന്മാര് പോയിന്? ആര്? ആ ഹിന്ദിക്കാര്. എന്തോ സീനുണ്ട്. അണ്ണവന്മാരോടെ പോയാലും പൊക്ക എനിക്കറിയാം. അണ്ണൻ വെറുതെ ബർത്ത്ഡേ മാസമായിട്ട് ചുമ്മാ. നേരത്തെ ഒരു ഓട്ടപ്പെടുത്തം കളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴാ അണ്ണനത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നാണും ബിബി ടീം ഇല്ല പോലെ ഹൃദയം. റെഡി റെഡി ബട്ടറി റെഡി. കൈ മുറിഞ്ഞപ്പോ ഗാങ്സ്റ്റർ. ആളെറിയാം. താളവട്ടം. അല്ല, സൂര്യൻ. ഇയാളെ കാണിച്ചിട്ട് അമ്പാനെ വെട്ടി എന്നൊക്കെ പറഞ്ഞേ. നോ
പഴശ്ശിരാജ വടക്കൻ ഓഫ് ബ്രില്യന്റ്. ബേട്ടാ ഇത് ഏത് പടാ പറയുന്നത്? മനസ്സിലായില്ല? വാളുബേട്ട. അപ്പോ കത്തി. Oh no. ഛോട്ടാ മുംബൈ. അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട്. Oh no. ടൂൾസിലേക്ക്. Oh no. Oh no. ഒന്ന് വിട്ട് പിടിക്കരെങ്കണ്ണ. ഓ നോ, ഇതാ ഞാൻ നേരത്തെ ആലോചിച്ചത്. എപ്പോഴാണ് പൊട്ടൻ? പടയോട്ടം, പടവിട്ട്, മാമാങ്കം, വീരാളിപ്പട്ട്, നിർമ്മാല്യം, മാർത്താണ്ഡവർമ്മ, പത്മനാഭ, മീശമാധവൻ, തെങ്കാശിപട്ടണം, കാര്യസ്ഥൻ. ഇന്നെവിടെയെങ്കിലും അടിച്ചു വെക്ക്. നാളെ കൊല്ലാം. നാളെ കൊല്ലാം. ഇന്നത്തെ കളി ഭയങ്കര ടയർഡായിട്ട്. ഞാൻ വിചാരിച്ചെന്റെ കന്യോട്ടാണ്. മിസ്സായല്ല. സാരല്ല, നമുക്ക് അടുത്തോളം നോക്കാം. പിന്നെ തുടക്കം ഇവിടെ നിന്നാണല്ല. നല്ല രാശിയുള്ള സ്ഥലവും. പോട്ടാ. ഓക്കോ Get out, man. Get out of this. ഉള്ളതും വിട്ടുവെച്ചോണ്ട് ഓടിക്കും. നാട് വിട്, കണ്ടം വഴി ഓട്. മറ്റേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ ഓ ഇത് പറഞ്ഞേക്കെ ഈ ചേട്ടനെ കൊന്നതും ഭിത്തിയിൽ പെയിന്റ് അടിച്ചൊക്കെ അത് ഇവിടെ വെച്ചായിരുന്നു. എടാ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. എടാ എന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചടാ. അല്ല മക്കളെ, നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എന്താ ഓർത്തിക്കണേ? നിക്കാം. ഫുൾ പേയ്മെന്റ് കിട്ടിയതാ. You people are climbing on my head and dancing. എന്താ സാറേ? വേണ്ട നോക്കുമ്പോ തലക്കറി എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കിടക്കുമല്ലേ, ഞാനങ്ങ് വരുന്നില്ല, നിങ്ങൾ പൊക്കും. സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് കേട്ടു. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നാളെ രാവിലെ എഴുതി തന്നാൽ മതി കളിയാ. വന്നിട്ട് കാശ് നീ തരാനുണ്ടെങ്കിൽ എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. നീ എൻ്റെ അടുത്ത് കൂടുതലും ഉണ്ടാക്കല്ലേ. നീ എവിടെ നിൽക്കുന്നെന്ന് പറയടാ. നമ്മളിനി എവിടെ പോയിരിക്കും? എങ്ങോട്ട് പോകുന്നു? വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പ്രതികാരം പണ്ടാരൊന്നും വേണ്ട. എല്ലാം കൂടെ എന്റെ തലയിൽ കൊണ്ടിട്ട് അതെ, മനസ്സമാധാനം നീ ഉണ്ടായിരുന്നല്ലോ. ഇല്ലാട്ടാ വീട്ടിലോട്ട് ഇനി. പിന്നെ എങ്ങോട്ട് പോകാനാ? വല്ല റോഡിലും പോയി കിടക്കാനോ? ഇതിലും ഭേദം അതാ. ഗുഡ് പോയിന്റ്. എടാ നിങ്ങൾ ഫ്രീ ആണോടാ? അതിലും പോവാ. പിന്നെ ഞാനല്ലേ വരണ്ടേ? എന്താ നീ എന്നെ പറ്റി വിചാരിച്ചേ? നന്ന ബാംഗ്ലൂരു 10-36 കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് 2500 രൂപ കളിപ്പിച്ചിട്ട് മുങ്ങാന്ന് എടാ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ. എടാ നിന്നെയൊക്കെ വെട്ടി പൂളി ശരിയാക്കി കളയും, മനസ്സിലായോ?
വെച്ച് കീച്ചിക്കളെ നിന്നെയൊക്കെ ഡാ ആരാന്നറിയാമോ ഇയാള് കണ്ടതല്ലേ മോളെ ഞാൻ എന്തൊരു- എന്തോ നടന്നേന്ന് സോറി ഏട്ടാ പ്രശ്നം ഉണ്ടാകല്ലേ സോറി സോറി ഏട്ടാ സോറി Oh, no. എന്തോ ഒരുമാതിരി പോക്കരത്തരം കാണിക്കരുത്. ഇവന്മാരെന്തോടാ ഗുണ്ടാളോ? ഗുണ്ടല്ലേ താൻ ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ആ വന്നത്? ഇതിനാ എന്ത് പറ്റി? വാ അടിക്ക് വണ്ടി എടുക്കടാ ഡാ പോല്ലേ പോടോ. എടാ ഒരടിയെങ്കിലും ഇടാ ഹലോ എന്തോ ആ PK എന്ന് പറഞ്ഞ മോന്ത കണ്ടപ്പോ തുടങ്ങിയതാ. എന്തത്? ഏ? ಲೇ ರಂಗ ಜೊತೆ ತುಂಬ ಆಟ ಆಡ್ತಾ ಇದೀಯಾ? ಅವನು ಯಾವಾಗಲೂ ನನ್ನ ಜೊತೆ ಇರ್ತೀನಿ ಅನ್ಕೊಂಡ್ಯಾ? ഇതെന്താ കുട്ടിയാണോ ഇത്? ನಾನೇ ಅವನ ಗಾಳಿ ಮಾಡಿದ್ದೀನಿ. ಲೇ നേക്കു കന്നഡ ಗೊತ್ತಿಲ್ಲ ഏയ് മലയാളത്തിൽ മാതാടി എനിക്ക് മലയാളം നന്നാ മനസ്സിലാവും. എടോ ആ? മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ നിന്ന് ഞങ്ങളെ ഈ മലരന്മാർ ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലി. എന്നിട്ട് ഈ മലരന്മാരത്തുള്ള കലിപ്പ് തീർക്കാൻ വേറൊരു വലിയ മലരന്റെ അടുത്ത് പോയി. ആ മലരനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ മലരന്മാരെല്ലാം കൂടെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് തന്റെ മലരോർത്താനും. ഏയ് എനിക്ക് ഇഷ്ടം മലയാളം അറിയില്ല. ഞാനൊന്നും ട്രാൻസ്ലേറ്റ് ಮಾಡಿ ഞാൻ എന്തെങ്കിലും ആടറോ കൊല്ലുന്നെങ്കിൽ കൊല്ലുമാടി. അഷ്ടേ ഏയ് നിന്നെ ഞാൻ എന്തിനെ കൊല്ലണം? എനിക്ക് രംഗ വേണം. അവൻ എൻ്റെ സ്റ്റൈല്, എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഐഡന്റിറ്റി എല്ലാം മോഷ്ടിച്ചു. വെളിയിൽ പോയാ രംഗ മാറിയ ഷർട്ട് പോട്ടിருக்கேன், വെളിയിൽ പോയാ രംഗ മാറിയ പാന്റ് പോട്ടിருக்கேன். അങ്ങനെ എല്ലാവരും പറയണം. ഓ, അവനാ കോംപ്ലക്സ്. എന്നെ പോലെ ചെയ്തേക്കണത്. ഞാൻ അവനെ പോലെ അല്ല. രംഗ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് കാൽമാടി. അവന് ആരോടും സ്നേഹമില്ല. നിന്നോട് നീ ഇതെന്ത് ധൈര്യത്തിലെ എളി തെറുമുഴും വിളിച്ചേ നീ പോയി കയറ്റുറ. എടാ ഇത് ഇയാടെ അതിനേക്കാളും പ്രശ്നമാണ്. പോയി രംഗണ്ണനോട് കാര്യം പറ മച്ചാനെ. ചേട്ടാ പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെല്ലാം ചെയ്യൂ. ആദ്യം നമുക്ക് 1 വർഷം തീർക്കാം, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അതാ ഞാൻ ഓർക്കും. അയാളത്തെ ഡയറക്റ്റായിട്ട് പോയി കാര്യം പറയും. എപ്പോ ഇപ്പോ ഇപ്പോഴാ? Oh no. Yeah, that's messed up, man. എന്റെ ദുഡ് വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ വണ്ടിയിൽ കറങ്ങിയിട്ട് നിന്റെ ഇഷ്ടത്തിന് പോണം അല്ല? അണ്ണാമർക്ക് മലയാളം മനസ്സിലാവില്ല. പഠിച്ച് പരീക്ഷ എഴുതി കാണാൻ പാടെ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്തായിട്ട് കേൾക്കോളെ. സൈഡ് പിടിയാണ് അപ്പാടെ കൊള്ളാവിടെ. മാറി മാറി. Don't do it, man. Don't. ഇല്ല വേണ്ട ചോറി കാണും വരുന്നുണ്ട്. കാണണം പാട വേണം കാണാം. എന്തോ പറയും? ഏയ് നീ ഒന്നും പറയണ്ട. നീ വെട്ടുകൊണ്ട് ചത്ത് കിടക്കത്തില്ലേ, അപ്പൊ പോലീസുകാർ പറഞ്ഞോളും നിന്റെ അമ്മയെടുത്ത്. എടാ അങ്ങനെയൊന്നും ഉണ്ടാവൂലടാ. ഉണ്ടാവൂലെന്ന്. എടാ അയാൾ ആ കത്തി എന്റെ കയ്യിൽ തന്നപ്പോൾ ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, എന്നിട്ട് എനക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റില്ല. നോക്കടാ നോക്ക്. എടാ ഇത് കണ്ടാ മൂത്രമാടാ മൂത്രം. ഇനി ഇതിന്റെ മേളിൽ കൂടെ ചോര എഴുതുന്നതിന് മുമ്പേ ഞാൻ പോവുക. That is not a bad idea. വിട്ടോ. നീ ഇവിടെ കിടന്ന് വെട്ടോ വെട്ടുകൊണ്ട് ചാവോ എന്തോന്ന് വെച്ചാ ചെയ്യും. എടാ അവിടെ പോണ്. വെള്ളം കുടിക്കാൻ. Oh, damn. എടാ എന്താ ഇത്ര
ഇത്രയും പേടിയുള്ളതാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എനിക്ക് ആലോചിച്ചിട്ട് ഇറങ്ങണ്ടേ മക്കളെ. എടാ അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. അളിയാ ഹിന്ദിക്കാരന്മാര് പോയപ്പോ അയാൾ പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാര് ഫൈറ്റേഴ്സ് ആയോണ്ടാ. അവരെ കൊണ്ട് അയാൾക്ക് പ്രയോജനമുണ്ട്, നമ്മളെ കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമുള്ളു? പിന്നെ നിന്റെ ഒന്ന് കത്തി വന്നിട്ട് അയാൾ തിരിച്ചു വാങ്ങിച്ചില്ലേ? എടാ അയാൾക്ക് അറിയാം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. അയാൾക്ക് വേണ്ടിട്ടാണ് തല്ലിയത്. എടാ ഈ അടി ഇടി വെട്ട് കുത്തെന്നൊക്കെ പറഞ്ഞ അയാൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്. അയാൾക്കാവുന്നില്ല പറ്റൂല. ചേടാ എടാ നമ്മൾ പിടിച്ചു വലിച്ചോണ്ട് പോയാണ് ആ കുട്ടിയെ തല്ലിച്ചത്. നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ തല്ലുന്നല്ലേ പറഞ്ഞേ? അല്ല ശരിക്കും. പിന്നെ അയാൾ വേറെ വള്ളിയും പിടിച്ച് പൊക്കോളും. ഈ ഒരു അവിടെ നിന്ന് പഠിച്ച് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂർ വിടാം. അഷ്ടേ നമ്മളെങ്ങോട്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തുംകൂർ. ഒരാഴ്ച നമുക്ക് അവൻ്റെ ഹോസ്റ്റലിലോട്ട് മാറാം. You at least tell him, man. This is not gonna be good for you. എടാ ഇത് അജു. ഹലോ ഇത് ശാന്ത്. പ്ലീസ് ഒരു സമാധാനം എങ്കിലും ഉണ്ടല്ലേ? എത്ര നാളുകൂടിയല്ലേ? അതുകൂടെ നിർത്താൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. ആക്ച്വലി ഇപ്പം എനിക്ക് മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. This is not going well. വേടാ അമ്മ പേടിക്കും. ഓക്കേണാ? Assault on students. Videos of the assault rapidly spreads on social media, prompting public outcry and urgent calls for action. The motive behind the attack remains unknown. എന്തായാലും എന്നെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ പേടിച്ച് എന്തേലുമൊക്കെ ചെയ്യും. എന്താ ഫോൺ എടുക്കടാ. ഓഫ് ചെയ്തിട്ട് എന്ത് കിട്ടാനാടാ? ഫോൺ എടുത്തിട്ട് കാര്യം പറയടാ. You have to face it. ചേട്ടാ ഞാനാട്ടാ ബിവി പറയാം. ഞങ്ങൾ രാത്രി വീട്ടിലോട്ട് വരാം. ഞാനൊന്നുമില്ല, ഒറ്റയ്ക്ക് That's പോയാൽ the right thing to do. ഈ കോപ്പിലെ പ്രശ്നം മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കാ. ഇനി ഞാൻ പറയുമ്പോൾ കേട്ടാ മതി. കേട്ടോ? എവിടെ ആർന്നിടാ? ഞങ്ങളെന്ന് ഒഴിവാക്കി തരണം. ഞങ്ങളാരും നിങ്ങളെ പോലെയോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ പോലെയോ ഗുണ്ടകളൊന്നും അല്ല. പഠിക്കാൻ വന്ന പിള്ളേരാ ഞങ്ങള്. പഠിക്കണ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. ആദ്യമായിട്ട് തല്ലി കിട്ടിയതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം. പക്ഷെ ഇത് ഇത്ര വലിയൊരു മാരണമാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ചേട്ടാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. He's calm. That's not good. What are you? മണിക്കൂറിലോ വീട്ടിലെത്തണം. കേട്ടാ മതി. എടാ It's a bad idea to. ഇയാൾ പറഞ്ഞ എല്ലാം സത്യമാണെങ്കിൽ അയാൾ കൊന്നു എന്ന് പറഞ്ഞത് സത്യ. സോ ഒന്നും ചെയ്യാൻ പിന്നെ നിന്റെ വേറെ വഴിവല്ലോ ഉണ്ടാ?
അയാൾ ഇതുവരെ ആരെയും തല്ലും നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തോണ്ടല്ലടാ വന്നത്? പ്ലാനൊന്നും ഇല്ലായിരുന്നു. Oh shit. He didn't want this. He was forced into this. Like those kids. Like, they kind of wanted this. And then. Oh, mate. Reddy. Oh, no. Dude, this is gonna be bad. This is gonna be really bad. Ready? Oh, fudge. Okay. എടമോ പുറത്തിറങ്ങി. പക്ഷെ ഇവനെ വിളിച്ചതെന്ന് അറിയില്ലല്ലോ. ഓക്കെ Fafa is gonna get into Salaman man. ഇതെനിക്ക് കാണേണ്ട ഫൈറ്റ്. അടിക്കണം. Why is he not fighting? താങ്ക്സ് മകളെ, ഇനി ഞാൻ നോക്കിക്കോളാം. Fudge. Oh. ഇനി നിങ്ങൾ എന്തായാലും ചത്തടാ. കാരണം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു മോനെ. Now you fucked up real bad, man. Oh no. Hey, time kodu. Ready ah begalva. Okay. Oh. Shit. Oh. Favorite Gadi? No. Oh shit. Dude. Oh, that's cool. You're so dead, brother. Shit. Oh no, man. This. Just get out of there, ready. Oh no, are you gonna take out the knife? Oh yes, that's a knife! Don't go killer, 35 grand. Oh. Dude, get out of there. Oh dude, somersault. ഈ സ്റ്റൺസ് എല്ലാം Fafa സ്വന്തമായിട്ടാണ് ഇല്ലേ ചെയ്യണേ? Oh no. ಯಾರುಲ್ಲ ನೀನೇನು ಇದೆಯಲ್ವಾ? ಬರ್ತೀನಿ. Boss battle? Yeah, I'm here to make you hurt. Hey!
ഗുരുവല്ലേ? ഐഡന്റിറ്റി കടി താമസ് കടി ഹീറോ കൊടുത്തിരി കൊടുത്തിരി. Oh no, you are so dead. You're dead meat. പറയുന്നല്ല കാര്യമാണ് Oh my god. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഇനി ആരെ അടിപേടാൻ തീരുമാനിച്ചേ. നിങ്ങൾ കാരണം തെറ്റിച്ചില്ലേ? നിന്നെ കൊല്ലണ്ട കിട്ടി. ಹೋಗ್ರಿ ಎಲ್ಲರೂ ಮುಚ್ಕೊಂಡಿರ್ಬೇಕು, ಇಲ್ಲಂದ್ರೆ ನಾಲ್ಕು ಸೀನ್ ಬಿಡ್ತೀನಿ. ಹೋಗ್ರೋ. ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല. കള്ളിന് ದುಡ್ಡಿന് മാത്രം എന്റെ കൂടെ എല്ലാവരും. അമ്പാനുണ്ട്. അമ്പ സ്നേഹം കൊണ്ടല്ല. പോലും യാർക്ക് എന്നോട് ലൈക്കില്ല. എനിക്ക് ഫോളോവേഴ്സ് കുറെ വർഷം മേലെ ക്യാഷ് ഞാൻ കൊളാബ് ചെയ്യാം. ഫുള്ളാക്കില്ലേ? അമ്മയെ പോലൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പാ. സോറി രംഗണ്ണ, കരയല്ലേ? വെങ്ങിയാക്കി പെടുത്തി. മക ബിബി, നിന്നെ എന്തായാലും കൊല്ലണം. soft spot. ഹലോ മോനെ ബിബി, കേൾക്കുന്നില്ലേ? ഹലോ, ഇത് രംഗമോനല്ലേ? മോനെ രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? Is that gonna turn up? Is that enough? ഹാപ്പിയാ. മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ, ഗുഡ് നൈറ്റ്. Wait, what? That didn't do anything? ഞാൻ അകത്തോട്ട് വരട്ട. അണ്ണാ വാതിന് തുറക്കല്ലേ, മുഖം ശരിക്കും കാണ്. അണ്ണന്മാരുടെ മുഖം പിടിച്ച് നിലത്തിട്ട് ഉരക്കിച്ച് ഉറച്ചൊറച്ചു തീർക്കൂടാ. മുഖം കാണും ഇല്ലെന്ന് ആര് കാണുന്നുണ്ട്? മര തലവെട്ടിക്കളയാണ്, തലവെട്ടിക്കളയാ. വേണ്ട അണ്ണോ, കത്ത സാധനം അതല്ലോ. ഇവർ ചോത്തെ നമുക്ക് ഇയാൾ ഫ്രണ്ട്ഷിപ്പ് വേണം. ഞാൻ പറഞ്ഞില്ലേ आज से हिंदी
സോറി പറഞ്ഞല്ലേ? അതെണ്ണ സോറി സോറി അണ്ണ സോറി. നീ സോറി പറടാ. സോറി നീ സോറി പറയണ്ട. സോറി ഏട്ടാ. Dude. പഠിച്ചു പഠിച്ചു പരീക്ഷ തോട്ട ബേബേ. ഞാൻ ചേച്ചി എൻ്റെ എന്ത് എടാ ഞാൻ എല്ലാത്തിനും ജയിച്ചു. ഇവിടെ അജുവും ബേബി ഓരോ വിഷയത്തിന് വെച്ച് പൊട്ടി. ഓക്കെ അമ്മ ശരി ശരി. എടാ എന്തുണ്ട് എന്താ മോമല്ലായിരിക്കുന്ന? പിന്നെ അത് ഓരോ വിഷയത്തിന് വെച്ച് പൊട്ടിയതിന്റെ ഒരു സങ്കടം. പിന്നെ 4 വിഷയം പൊട്ടി എനിക്കില്ലാത്ത വശം നിനക്കെന്തിനാ? ഓവറായിട്ടാ. അണ്ണാ പുതിയ ലുക്ക്. ഈ ലുക്ക് കുറച്ചിട്ട് കൊള്ളാം കേട്ടോ. എനിക്ക് മറ്റേനൊക്കെ ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആര് തോറ്റാലും എല്ലാത്തിനും കിട്ടും. ഓ ഇടിവെട്ടും മഴ പെയ്ത പോലെയുണ്ട്. എന്തായിരുന്നു അത്? ഫസ്റ്റ് ഇയർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും മേലോട്ട് പോകാൻ പറ്റില്ല. ഇത് ഫാഫയുടെ ഈ ലെവൽ ആക്ടിങ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഇത്രയും ആക്ടിങ് സ്കിൽസ് കാണിക്കുന്ന അധികം മൂവീസ് ജനറലി മലയാളത്തിലും ഈ അടുത്തൊന്നും പ്രോപ്പറായിട്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല. ഇംഗ്ലീഷിൽ തന്നെ ഐ തിങ്ക് ഹോളിവുഡ് മൂവീസിൽ കണ്ടാൽ തന്നെ ഇത്രയും ആ ഒരു ഇൻറ്റൻസ് ആക്ടിങ് വേണ്ടി വരുന്ന റോൾസ് ചെയ്തേക്കുന്നത് എനിക്ക് ലൈക്ക് ടോപ്പായിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് മാത്രമാണ്. ലൈക്ക് എന്താ പറയുക, ആ ഒരു എക്സ്ട്രീം എലമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കുറച്ച് സീൻസിലായിരിക്കും. പക്ഷെ ഇത് ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു എലമെൻറ്റ് നിന്നിട്ട് എസ്പെഷ്യലി ആ ക്ലൈമാക്സിൽ എൻ്റെ ഒപ്പീനിയനിൽ ഫാഫെ ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്ത ഞാൻ കണ്ടിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. ഫാഫയുടെ പീക്ക് ഇതാണ്. ഐ തിങ്ക് മലയാളം സിനിമയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് ആക്ടിങ് പെർഫോമൻസ് ആണിത്. പിന്നെ ഞാൻ ആദ്യത്തെ പാർട്ടിൽ എനിക്ക് ആകെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഇതിൻ്റെ എന്തൊരു മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവം. പക്ഷെ അത് ആ ഒരു കൺസേൺ അവർ കൈൻഡ് ഓഫ് പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ ദി എൻഡ് ആ ഒരു മൊറൽ ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്ത് ലൈക്കിനോ ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് പെട്ടുപോയത് കൊണ്ടാണ് സമാധാനമായിട്ടൊരു ജീവിതം കൊണ്ടുപോകണമെങ്കിൽ പഠിക്കണം. എന്നിട്ട് ആ ലാസ്റ്റ് അവന്മാർ പഠിച്ച് ഒരു വിഷയം വച്ച് തോറ്റെങ്കിലും ബാക്കിയെല്ലാം ജയിച്ചെടുത്തു എന്നൊരു സാധനമാണ്. ടൂൾസ് എടുത്തുകൊണ്ടൊന്ന് അടിക്കുന്നത് ഒരു ഫണ്ണാക്കി തന്നെ എൻഡ് ചെയ്തു. ഇത് ഇത്ര ഡാർക്കായിട്ട് പോവുമായിരുന്നു ഒരു ഹാഫ് കഴിഞ്ഞപ്പോഴല്ലേ.
ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എനിക്ക് ശരിക്കും പേടിയായി കണ്ടിട്ട്. ഒരു ഹൊറർ മൂവി പോലെ ഉണ്ടായിരുന്നു. ഒരു ആക്ച്വൽ ആള് തോന്നുന്ന ഇമോഷൻസ്, പിള്ളേർക്ക് തോന്നുന്ന ഇമോഷൻസ്, ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ പെട്ട് അതെല്ലാം അവർ മര്യാദയ്ക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു, നോക്കി മേ ബി ഇതെല്ലാം റിഗ്രറ്റ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നു. പക്ഷേ ഞാൻ കുറേ കത്തിയാന്ന് വിചാരിച്ചത്, മറ്റേ അടിച്ചു വിടുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, മറ്റേ കുഴിച്ചിട്ടൂന്നും അതൊക്കെ മേ ബി കത്തിയായിരിക്കും. പിന്നെ ഫൈറ്റ് സീൻ മാൻ, മറ്റേ ആ ഹിന്ദിക്കാരുടെ ഫൈറ്റ് സീൻ വാസ് ദാറ്റ് ലെവൽ. പക്ഷേ ആ ഹിന്ദിക്കാരെ കൊന്നോ? ഇങ്ങനെ കൊല്ലുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം അവർക്ക് വേണ്ടിയല്ലേ അത് 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 അവന്മാരെ കൊന്നേ കുറച്ച് മോശമായി പോയി. Man, this is something else, man. നമ്മൾ മറ്റേ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു ഫസ്സിലാണ്. ചുറ്റോടൊന്നും കാണാൻ പറ്റണില്ല. എന്തൊക്കെയോ ഇടിവെട്ടി മഴ പെയ്ത് ആ ഒരു ഫീലിംഗ്. എൻ്റെ മോനെ എന്തൊക്കെയോ അടിച്ചു പോയിട്ടുണ്ട് തലയിൽ. അത് പറഞ്ഞ പോലെ തന്നെ ഐ തിങ്ക് മെസ്സേജ് അവർ കറക്റ്റാക്കി. ക്ലൈമാക്സിലെ ഫാഫയുടെ ഫൈറ്റ് സീൻ, അത് സ്റ്റൺ കൊറിയോഗ്രഫി, പിന്നെ എനിക്കത് സ്റ്റൺ ഡബിൾസ്, ഇപ്പം ഇടയ്ക്കൊരു ഫ്രണ്ട് ടമ്പിൾ ചെയ്തിട്ട് പോയി ഒരുത്തന്നെ കുത്തുന്നുണ്ട് ഫാസ്റ്റായിട്ട്. കുറേ ലൈക്ക് എന്താ പറയുക, ഒരുത്തന്നെ കൈ പിടിച്ച് കറക്കി റൗണ്ടായിട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മറ്റേ മോളോട്ടോ ബോട്ടിൽ ഇങ്ങനെ അറിയുമ്പോൾ അത് ക്വിക്ക്ലി ഇത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എത്ര ടേക്ക് എടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ സ്റ്റൺ ഡബിൾസ് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഓരോ ഫ്രെയിം എടുത്ത് നോക്കുമ്പോഴും കറക്റ്റ് ഫാഫ തന്നെയാണ്. പക്ഷെ ഫാഫയ്ക്ക് ആ ഒരു ആക്ഷൻ എലമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ പല മൂവീസിലും. ഫ്ലെക്സിബിളാണ്, ബോഡി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറേ സീൻസ്. ഇത് അമ്മാതിരി സാധനമായി പോയി എൻ്റെ മോനെ. എനിക്ക് ഒരു കംപ്ലയിൻസും ഇല്ല, 0 കംപ്ലയിൻസ്. ഇറ്റ്സ് ലൈക്ക് ദി ബെസ്റ്റ് മൂവി. എന്നിട്ട് ലാഗ് എന്ന് പറയുന്ന സാധനമില്ല. എന്നിട്ട് ഈ നമ്മുടെ പല മൂവീസും ഐ തിങ്ക് പണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നതും ഇപ്പം നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, പണ്ടത്തെ പല മൂവീസിലും ഇത്ര നല്ല സിനിമാറ്റോഗ്രഫിയോ മ്യൂസിക്കോ പല സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട്, ക്യാമറ വർക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേ ഹാവ് ടു മോസ്റ്റ്ലി റിലൈ ഓൺ ആ ഒരു ഫിസിക്കൽ കോമഡി, ആ ഒരു എന്താ പറയുക ഡയലോഗ്സ്. അത് നമ്മൾ കുറേ നഷ്ടപ്പെട്ടു പോയൊരു കാലമാണിത്. ഈവൻ ഹോളിവുഡ് മൂവീസിൽ തന്നെ ടോപ്പ് ആക്ടേഴ്സ് വരുമ്പോഴും പഴയ പോലെ ഫിസിക്കൽ കോമഡിയോ ആ ഒരു ഡയലോഗ്സോ ആക്ടിങ്ങോ ഒന്നും നമുക്ക് പലപ്പോഴും കാണാൻ കിട്ടാറില്ല. അതെല്ലാം മര്യാദയ്ക്ക് കവർ ചെയ്തൊരു മൂവിയാണിത്. ആ ഫാഫയുടെ ഫിസിക്കൽ കോമഡി മാൻ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ കട്ട ഡാർക്കായിട്ട് പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശ അവിടെ വിടുന്നുണ്ട്. ആ തമാശയെല്ലാം ഞാൻ ചിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു മൂവി. ഓക്കെ, ഇലൂമിനാട്ടി സോങ് എനിക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തുവാടെ ഇത്? ഐ മീൻ ഇത് ഒക്കെ എന്നോട് കാണാൻ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നന്ദിയില്ല, അതൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. എൻ്റെ ടോപ്പ് 5 ലിസ്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു ആക്ച്വലി കിഷ്കിൻഡ കാണാൻ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു. എനിക്ക് ആ ഇഷ്ടമുള്ളൊരു ജാൻറയാണ് കിഷ്കിൻഡ കാണുന്നതിന് സൈക്കോളജിക്കൽ ഒരു കൈൻഡ് ഓഫ് ത്രില്ലേഴ്സ്. ഇതെനിക്ക് എൻ്റെ ടോപ്പ് ജാൻറ അല്ലെങ്കിൽ കൂടി ഐ തിങ്ക് എൻ്റെ നമ്പർ 2 ആവേശം അറ്റ് ദിസ് പോയിൻറ്റ്. എൻ്റെ നമ്പർ 1 സ്റ്റിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ്. മിക്ക ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു എന്താണ് അതിൽ പോർട്രേ ചെയ്യുന്നത്, കർമ്മ, ആ കൈൻഡ് ഓഫ് തിങ്സ്, അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ബിലീഫാണ്. അത് പ്രോപ്പറായിട്ടൊരു സിനിമ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ ടോപ്പ് വെച്ചേക്കുന്നത്. ബട്ട് അല്ല, ഇത് വേറെ ടൈപ്പ് ഓഫ് മൂവിയാണ്. രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന മൂവീസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദിസ് ഈസ് മൈ ടോപ്പ് മാൻ. ദിസ് ഇസ് എ ടോപ്പ് മൂവി. ദിസ് ഇസ് എ ഗോഡ് ലെവൽ മൂവി. മൈ ഗോഡ്, ഇതൊക്കെ ഞാൻ എങ്ങനെ മിസ്സാക്കി എന്നുള്ളത്, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കിയുള്ളത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ആക്ച്വലി. ഇതൊക്കെ സമയത്തിന് തന്നെ കാണാമായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസേഴ്സ് വായിക്കുക. അതിൽ നസ്രിയാൻ നിസാമാണല്ലേ പ്രൊഡ്യൂസ് ചെയ്ത്, വൈഫാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നസ്രിയാൻ നിസാം ആൻഡ് അൻവർ റഷീദ്, ഹസ്ബൻഡിൻ്റെ പടം വൈഫ് പ്രൊഡ്യൂസ് ചെയ്ത്. വെരി നൈസ്.
വെരി ഗുഡ് സ്റ്റാഫ് മാൻ. നസ്രികൾ ഉണ്ടാകുന്ന രസമായിരുന്നു അല്ലേ? ഞാൻ അതാ കാരണം ഏതെങ്കിലും സീനിൽ അങ്ങനെ ഈസ്റ്റർ എഗ് ഒന്നും ഇല്ലല്ലോ അല്ലേ? മാൻ അതെങ്ങനെയാണ് എൻ്റെ റീലിന് കൂടുതൽ റീച്ച് ചെയ്തിട്ടേ എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ മതി. യാ ദാറ്റ്സ് ഇറ്റ് മാൻ. സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് വേറെ വീഡിയോ ചെയ്യണോ? ചെയ്ത് നിങ്ങൾ വെറുപ്പിക്കണം വേണമെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സമയം കഴിഞ്ഞു പോയില്ലേ? പണ്ടത്തെ മൂവി റീസെൻറ്റ് മൂവീസിനൊക്കെ റിവ്യൂസ് ചെയ്യാം, അത് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ടിടാം. പിന്നെ ഗൈസ് നിങ്ങളെ ഇതുവരെയുള്ള റെക്കമെൻഡേഷനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ നിങ്ങളുള്ള കൂടുതൽ റെക്കമെൻഡേഷൻ പ്രതീക്ഷിക്കുന്നു. whatever you guys recommend, I'll look into it and I'll take most of the sessions, because at this point of recording this video I don't have a lot of following, so I will be able to like look into most of the recommendations that you give me, because I'm not very familiar with this industry, because you know I like ഈ അടുത്തൊന്നും പ്രോപ്പറായിട്ട് ഫിലിം സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അധികം ഇൻഡൾജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ആയിരിക്കും എൻ്റെ പ്രയോറിറ്റി. എല്ലാം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ട്രൈ ടു മേക്ക് മോസ്റ്റ് ഔട്ട് ഓഫ് ദി റെക്കമെൻഡേഷൻസ്. യാ പിന്നെ ഡയസിറ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കാണുകയാണെങ്കിൽ റിവ്യൂ ഇടാം. ദാറ്റ്സ് ഇറ്റ് മാൻ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇവിടെ വരെ കാണുകയാണെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഗൈസ്. യു ആർ വൺ ഓഫ് ദ OGs, റിയൽ ഓൺസ്. ഓക്കെ, ഇത് ഈ ചാനൽ എങ്ങോട്ട് പോയാലും ഐ വിൽ റിമെമ്പർ യു പീപ്പിൾ, ബിക്കോസ് യു ഗൈസ് എൻ്റെ തുടക്കം നിങ്ങളായിരുന്നു അല്ലേ? ഇതെവിടെ പോയില്ലെങ്കിൽ എനിക്ക് ആകെയുള്ളത് നിങ്ങളാണെന്ന് കൂടി. I'll always keep that in mind. Thanks so much for watching. I appreciate every single one of you. And if you have any recommendations, put down in the comment section below. I'll definitely take a look, and I'll see you guys next video. Good night.